ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ UGC നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക്, പ്രത്യേകിച്ച് അറബിക് വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പേരാണ് നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖാനൂജി. നമ്മളിന്ന് അദ്ദേഹത്തിൻ്റെ സംഭവബഹുലമായ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കാണുന്നത് പോലെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥ കേട്ടിരിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രശസ്ത ചരിത്രകാരനായ ജുർജി സൈദാന്റെ ഈയൊരു വാചകം മാത്രം മതി. അതായത്, ഇന്ത്യയിൽ പ്രശസ്തനായി രാജാക്കന്മാരുടെ കൂടെ പ്രവർത്തിച്ചു, ഭോപ്പാലിലെ രാജ്ഞിയെ വിവാഹം ചെയ്തു, അവർക്കുവേണ്ടി ഭരണം നടത്തി, ഇതിനെല്ലാമുപരി അറിവിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചു, ഒരു വലിയ ലൈബ്രറി തന്നെ സ്വന്തമായുണ്ടാക്കി. അപ്പോൾ ഈയൊരു ജീവിതം എങ്ങനെയായിരുന്നു? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലവും പഠനവുമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. കാരണം അവിടെ നിന്നാണ് ഈ വലിയ യാത്രയുടെ തുടക്കം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹമ്മദ് സിദ്ദീഖ് ഹസൻ ബിൻ അലി ബിൻ ലുത്ഫുല്ലാഹ് അൽ ഖനൂജി അൽ ബുഖാരി എന്നാണ്. 1832 ബാൻസ്ബറേലിയിലാണ് ജനനം. അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ പ്രവാചകന്റെ പൗത്രനായ ഹസൻ ഇബ്ന് അലിയുടെ പരമ്പരയിലാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. വെറും 6-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അച്ഛനെ നഷ്ടപ്പെട്ടു. പിന്നെ വളർത്തിയത് ഉമ്മയും ജ്യേഷ്ഠനായ അഹമ്മദും ചേർന്നാണ്. ചെറുപ്പത്തിലേ ഉണ്ടായ ഈ ബുദ്ധിമുട്ടുകളാവാം ഒരുപക്ഷേ അറിവ് നേടാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വാശിക്ക് പിന്നിൽ. അറിവ് തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒരു സാധാരണ യാത്രയായിരുന്നില്ല. അത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും പുറത്തേക്കും നീണ്ടു. ആദ്യം ഖനോജിൽ പോയി ഗ്രാമറും ലോജിക്കുമൊക്കെ പഠിച്ചു. അവിടെ നിന്ന് നേരെ കാൺപൂരിലേക്ക്. പിന്നെ 1269 ഹിജ്റയിൽ ഡൽഹിയിലെത്തി അവിടെ വെച്ച് സദ്രുദ്ദീൻ എന്ന വലിയ പണ്ഡിതന്റെ കീഴിൽ കൂടുതൽ ആഴത്തിൽ പഠിച്ചു. അവിടെയും നിർത്തിയില്ല. 1285 ഹിജ്റയിൽ ഹജ്ജിന് പോയി. ആ യാത്രയിൽ യമനിലെ പണ്ഡിതന്മാരിൽ നിന്നും അറിവ് നേടി. ശരിക്കും പറഞ്ഞാലേ അറിവ് എവിടെയുണ്ടോ അവിടേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ അറിവെല്ലാം അദ്ദേഹത്തെ എവിടെയാണ് എത്തിച്ചത് എന്നല്ലേ? വെറുമൊരു പണ്ഡിതനായി ഒതുങ്ങിയില്ല, നേരെ അധികാരത്തിലേക്ക്. ഭോപ്പാലിൽ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണ് മാറിമറിഞ്ഞതെന്ന് നോക്കാം. ഭോപ്പാലിലെ അദ്ദേഹത്തിന്റെ കരിയർ വളർച്ച ശരിക്കും അത്ഭുതപ്പെടുന്ന ഒന്നാണ്. നോക്കൂ, തുടക്കം വെറും 30 രൂപ ശമ്പളമുള്ളൊരു ചെറിയ ജോലിയിൽ നിന്നായിരുന്നു. സിക്കന്ദർ ജഹാൻ ബീഗമാണ് ആ ജോലി നൽകിയത്. അധികം വൈകാതെ അദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് ഭോപ്പാൽ സംസ്ഥാനത്തിന്റെ ചരിത്രം എഴുതാൻ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത് അടുത്ത സംഭവമാണ്. ആദ്യ ഭാര്യ മരിച്ചതിനു ശേഷം അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ബീഗമത്തെ അദ്ദേഹം വിവാഹം കഴിച്ചു. അതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അങ്ങനെ അദ്ദേഹം രാജ്ഞിയുടെ മന്ത്രിയായി ഭരണം നോക്കി നടത്തി. അവസാനം നവാബ് എന്ന പദവിയും അദ്ദേഹത്തിന് ലഭിച്ചു. ഒരു സാധാരണ ഉദ്യോഗസ്ഥനിൽ നിന്ന് നാട് ഭരിക്കുന്ന നവാബിലേക്കുള്ളൊരു ഇൻക്രെഡിബിളായ വളർച്ച. അധികാരത്തിലെത്തിയപ്പോഴും അദ്ദേഹം തന്റെ ഏറ്റവും വലിയ ഇഷ്ടം, അതായത് എഴുത്തും വായനയും, വിട്ടില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹം എഴുതിക്കൂട്ടിയ പുസ്തകങ്ങളുടെ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഒരു സമുദ്രം പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. നെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോൾ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാകും എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? 1 2 അല്ല, 220 പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ എത്ര എണ്ണം അറബിയിലായിരുന്നു? 55 എണ്ണം. നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഈ 55 പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവയുടെ പേരുകൾ നമ്മൾ തീർച്ചയായും ഓർത്തുവെക്കണം. അപ്പോൾ ഈ 55 പുസ്തകങ്ങളും നമുക്കിവിടെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയ കുറച്ച് അറബി പുസ്തകങ്ങൾ നമുക്കൊന്ന് നോക്കാം. പല വിഷയങ്ങളിലായിട്ടാണ് അദ്ദേഹം എഴുതിയത്. ഉദാഹരണത്തിന് തഫ്സീറിൽ ഫത്ഹുൽ ബയാൻ ഫി മഖാസിദുൽ ഖുർആൻ. ഇത് 10 വോള്യങ്ങളായി ഈജിപ്തിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബയോഗ്രഫികളടങ്ങിയ അത്താജുൽ മുഖല്ലൽ, ഒരു എൻസൈക്ലോപീഡിയ പോലെ എഴുതിയ അബ്ജദുൽ ഉലൂം. ഇത് എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുപോലെ ഫിഖ്, ഹദീസ്, ഭാഷാശാസ്ത്രം, എല്ലാ മേഖലയിലും അദ്ദേഹം തൻ്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഈ ടേബിൾ ഒന്ന് ഓർത്തുവെക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ശരി, ഇത്രയും വലിയൊരു പണ്ഡിതനും ഭരണാധികാരിയുമായിരുന്ന ഈ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ അവസാനകാലം എങ്ങനെയായിരുന്നു? നമുക്കതുകൂടി നോക്കാം.
ഒരു നവാബ് ഇത്രയധികം പുസ്തകങ്ങൾ എഴുതിയ ആള്, അപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും? ചരിത്രരേഖകൾ പറയുന്നത് അദ്ദേഹം നമസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു എന്നാണ്. അതുപോലെ സക്കാത്ത് കൊടുക്കുന്നതിൽ വലിയ ഉദാരമനസ്കനായിരുന്നു. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, അദ്ദേഹത്തിന് നല്ല ഭംഗിയുള്ള കൈയക്ഷരമായിരുന്നു. വളരെ വേഗത്തിൽ എഴുതാനും കഴിയുമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇത്രയധികം പുസ്തകങ്ങൾ എഴുതാൻ സാധിച്ചത്, അല്ലേ? അദ്ദേഹം മരിക്കുന്നത് 1890 ഹിജ്റ 1307. അൽ ഇസ്തിസ്ക എന്ന, അതായത് ഡ്രോപ്സി എന്ന ഒരു അസുഖം കാരണമായിരുന്നു മരണം. മീർ നൂർ അൽ ഹസൻ ഖാൻ, മീർ അലി ഹസൻ ഖാൻ എന്നു പേരുള്ള 2 ആൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ രചനകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ അറിയണം, ഒരു തർക്കവിഷയം. അതായത് ഈ 220 പുസ്തകങ്ങളും അദ്ദേഹം ഒറ്റയ്ക്കെഴുതിയതാണോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹം മറ്റു പണ്ഡിതന്മാരെക്കൊണ്ട് പുസ്തകങ്ങൾ എഴുതിപ്പിക്കുകയും അതിൽ തന്റെ പേര് വെക്കുകയുമായിരുന്നു എന്നാണ്. ഒരുപക്ഷേ അദ്ദേഹം ഒരു ഡയറക്ടറെ പോലെയോ എഡിറ്ററെ പോലെയോ പ്രവർത്തിച്ചിരിക്കാം. ഇതൊരു സ്ഥിരീകരിക്കാത്ത വാദമാണെങ്കിലും ചരിത്രത്തിൽ ഇങ്ങനൊരു അഭിപ്രായം നിലവിലുണ്ട്. അപ്പോൾ അത് നമ്മളൊരു വലിയ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കെഴുതിയതാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു കൂട്ടം പണ്ഡിതന്മാരെ നയിച്ചതാണെങ്കിലും ശരി, എങ്ങനെയാണ് ഒരൊറ്റ മനുഷ്യന് ഇത്രയും വലിയൊരു വൈജ്ഞാനിക ശേഖരം, ഇത്ര വലിയൊരു ഇന്റലക്ച്വൽ ലെഗസി ലോകത്തിന് നൽകാൻ കഴിഞ്ഞത്? ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, ചർച്ച ചെയ്യുന്നു. അത് തന്നെയല്ലേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം? ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് നമ്മൾ നിർത്തുന്നു. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.